ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സദ്യ സ്പെഷ്യൽ ഓലൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഓലൻ പല നാട്ടിലും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. കുമ്പളങ്ങ മാത്രം വെച്ചുണ്ടാക്കാറുണ്ട്, കുമ്പളങ്ങയും വൻപയറും വെച്ചുണ്ടാക്കാറുണ്ട്, കുമ്പളങ്ങയും മത്തങ്ങയും വൻപയറും വെച്ചുണ്ടാക്കാറുണ്ട്, അച്ചിങ്ങ പയറ് ചേർത്തും ഓലൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രീതിയിലുള്ള ഓലനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കുമ്പളങ്ങയും മത്തങ്ങയും വൻപയറും ചേർത്തിട്ടുള്ള ഓലനാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ അതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങയും മത്തങ്ങയും തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വളരെ കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഓലൻ ഉണ്ടാക്കാനായിട്ട് കഷ്ണങ്ങൾ ഓലയുടെ കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ മത്തങ്ങയും കുമ്പളങ്ങയും ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്ലൈസറിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതാവുമ്പോൾ നമുക്ക് ഒരേ കനത്തിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കുമ്പളങ്ങ കൂടുതലും മത്തങ്ങ കുറവുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആ ഒരു രീതിയിൽ വേണം കഷ്ണങ്ങൾ എടുക്കാനായിട്ട്. അപ്പോഴാണ് ഓലന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കട്ട് ചെയ്ത കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2 പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന 2 പാലൊന്ന് വറ്റി വരണം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി കുറച്ച് വൻപയർ വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വൻപയർ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വൻപയർ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ആ ഒരു ഷേപ്പ് നഷ്ടപ്പെടാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. പക്ഷെ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കണം കേട്ടോ. അങ്ങനെ വൻപയറൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച വൻപയർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓലൻ വൻപയർ ചേർക്കാതെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളും വൻപയറും ഒക്കെ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങയുടെ 1 പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ റെഡിയാവും കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കുറേ സദ്യാവിഭവങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ സദ്യാവിഭവങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസും എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.